വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറ്റ് ആമുഖമൊന്നുമില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. സത്യാനന്തര കാലത്തെ മാധ്യമങ്ങളുടെ വാർത്താ നിർമ്മിതി. ഈ ഒരു വിഷയം വിശദമാക്കുമ്പോൾ എന്താണ് മാധ്യമങ്ങൾ, മാധ്യമങ്ങളുടെ ധർമ്മം എന്താണ്, അതെങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങൾ നിർവഹിക്കപ്പെട്ടിരുന്നത്, എന്താണ് സത്യാനന്തരകാലം, സത്യാനന്തരകാലത്ത് മാധ്യമങ്ങൾക്കുണ്ടായ ഭാവപ്പകർച്ച എന്താണ്, അതിൻ്റെ ന്യായാന്യായങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള 3-4 വിഷയങ്ങൾ, 3-4 പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിഷയം വിശദമാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമങ്ങൾ നമുക്കറിയാം, ഒരു ബഹുജന മാധ്യമങ്ങളുടെ ചരിത്രമെന്ന് പറഞ്ഞാൽ അച്ചടി കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷമാണ് ബഹുജന മാധ്യമങ്ങളിൽ ആദ്യത്തെ ഇതൊന്ന് പരിഗണിക്കപ്പെടുന്ന പത്രങ്ങൾ ഉണ്ടാകുന്നത്. അച്ചടി കണ്ടുപിടിച്ചത് നമുക്കറിയാം 1454-55 കാലഘട്ടത്തിൽ ജർമ്മനിയിൽ ജോണസ് ഗുട്ടൻബർഗ് എന്ന് പറയുന്ന ഒരാളാണ് അച്ചടി കണ്ടുപിടിച്ചത്. പക്ഷേ അച്ചടി കണ്ടുപിടിച്ചതിന് തൊട്ടു പിന്നാലെയൊന്നും നമ്മൾ ഇന്ന് കാണുന്ന കണക്കുള്ള പത്രങ്ങൾ ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് ധാരാളം വിവാദങ്ങളും തർക്കങ്ങളും വിയോജിപ്പുകളും ഒക്കെ മാധ്യമ ചിന്തകന്മാരുടെ ഇടയിലുണ്ട്, മാധ്യമ ചരിത്രകാരന്മാരുടെ ഇടയിലുണ്ട്. എന്നാലും ഭൂരിപക്ഷം മാധ്യമ ചരിത്രകാരന്മാരും ചിന്തിക്കുന്നത്, എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിയമനം എന്ന് പറയുന്നത്, ലോകത്തെ ആദ്യത്തെ ദിനപത്രമായി പരിഗണിക്കപ്പെടുന്നത് 1702 കൃത്യമായി പറഞ്ഞാൽ 1702 മാർച്ച് മാസം 11-ാം തീയതി ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ഡെയിലി കൊറാന്ത്, അത് പ്രസിദ്ധീകരിച്ചത് ഒരു വനിതയായിരുന്നു. അവരുടെ പേര് എലിസബത്ത് മാലെ എന്നായിരുന്നു. അതിനുശേഷം വളരെ വർഷങ്ങൾ കഴിഞ്ഞ് 1780 ഇന്ത്യയിലെ ആദ്യത്തെ പത്രം വരുന്നത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി കൽക്കട്ടയിൽ നിന്ന് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ഒരു പത്രം പ്രസിദ്ധീകരിച്ചു. അതിനും വർഷങ്ങൾക്ക് ശേഷം 1847 മലയാളത്തിലെ ആദ്യത്തെ ഒരു പത്രമായ രാജ്യസമാചാരം ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് അച്ചടിച്ചു പ്രസിദ്ധപ്പെടുത്തിയ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം, അതാണ് പത്രങ്ങൾ. അപ്പോൾ ലോകത്ത് തന്നെ പത്രങ്ങളുടെ ചരിത്രത്തിന് ഏതാണ്ട് ഒരു 3-3.25 നൂറ്റാണ്ടിന്റെ ചരിത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. എന്നാൽ വിവിധ തരത്തിലുള്ള മാധ്യമങ്ങൾ, ബഹുജന മാധ്യമങ്ങളൊക്കെ ആവിർഭവിക്കുകയും വികസിക്കുകയും വളർന്നു മുന്നേറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടായ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെ പ്രയോജനം കൊണ്ടാണ്. അപ്പോൾ ആധുനിക കാലത്ത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടായ പ്രായേണ ആദ്യകാലത്തുണ്ടായ ഒരു കണ്ടുപിടുത്തമാണ് അച്ചടി എന്നതുകൊണ്ട് അച്ചടി വിദ്യ ഉപയോഗിച്ചുള്ള പത്രങ്ങൾ ആദ്യത്തെ ഇതായി വന്നു. പക്ഷെ അതിനുശേഷം കുറെ കൂടി കഴിഞ്ഞപ്പോഴാണ് റേഡിയോയുടെ ആവിർഭാവം വരുന്നത്. റേഡിയോ ചരിത്രത്തിൽ പറയുന്നത് 1896 മാർക്കോണി, ഇറ്റലിക്കാരനായ മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു എന്ന് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനും 10 വർഷം കഴിഞ്ഞ് 1906 ലോകത്ത് ആദ്യമായിട്ട് റേഡിയോ ഉപയോഗിച്ചുള്ള വാർത്താ സംപ്രേഷണം ആരംഭിക്കുന്നത്. ലോകത്തിങ്ങനെ 1906 ആരംഭിച്ചുവെങ്കിലും പത്രങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ കുറെ കൂടി വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം 1923 ഇന്ത്യയിൽ നിന്ന് റേഡിയോ സംപ്രേഷണം ആരംഭിക്കുന്നത്. അത് പിന്നെയും പുറകോട്ട് വന്ന് കുറച്ചുകൂടി കഴിഞ്ഞ് 1949 നമ്മുടെ ആകാശവാണി, തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള ആകാശവാണി നിലയത്തിൽ നിന്ന് ആകാശവാണി ആരംഭിക്കുന്നത് 1943 പക്ഷെ ഇതിനിടയിൽ ചരിത്രത്തിൽ മറ്റു ചില സന്ദർഭങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും 1926 ടെലിവിഷൻ കണ്ടുപിടിക്കുകയും ചെയ്തു. 1926 ഇന്നേ ദിവസം ജനുവരി 26 ലോകത്തെ ആദ്യത്തെ ടെലിവിഷൻ സംപ്രേഷണം. ജോൺ ലോഗി ബെയ്ഡ് എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിരുന്നു ലോകത്തെ ആദ്യത്തെ ടെലിവിഷൻ സംപ്രേഷണം നടത്തുന്നത്. പക്ഷേ 26 ശേഷം പിന്നീടും കുറെ വർഷങ്ങളോട് കഴിഞ്ഞ് ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിക്കുമ്പോൾ 1959 കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 959 സെപ്റ്റംബർ മാസം 15-ാം തീയതിയായിരുന്നു ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത്. അവിടെ നിന്ന് പിന്നീടും മുന്നോട്ട് വന്ന് കുറെ കൂടി കഴിഞ്ഞ് 1985
കേരളത്തിൽ ദൂരദർശൻ ആരംഭിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1985 ജനുവരി മാസം 1-ാം തീയതിയായിരുന്നു ദൂരദർശന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ടാഗോർ സെന്റിനറി ഹാളിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമൻ കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തത്. ഇതാണ് ഈ പത്രങ്ങളുടെയും റേഡിയോയും ടെലിവിഷന്റെയും ഒരു സംഗതി. പക്ഷേ ഇതിനിടയിൽ ശാസ്ത്ര സാങ്കേതിക രംഗം വെറുതെ ഇരുന്നില്ല. അത് പിന്നീടും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പോയിട്ട് ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മൾ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ, സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ, ഡിജിറ്റൽ മാധ്യമങ്ങളുടെ എല്ലാം വലിയ വ്യാപനം. ഇവിടെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത് സൂചിപ്പിച്ചു, ഓരോ വ്യക്തിയും ഒരു മാധ്യമ പ്രവർത്തകനാകുന്ന സ്ഥിതി വന്നത് ഈ ഡിജിറ്റൽ മാധ്യമ സാങ്കേതിക വിദ്യ വന്നതിന് ശേഷമാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, മാധ്യമ സാങ്കേതിക വിദ്യ ആവിഷ്കരിക്കപ്പെടുന്നതിന്റെ ഒരു ആദ്യ ചലനം എന്ന് പറയുന്നത് 1969-ലാണ്. 1969 ലോകത്തെ ഇന്റർനെറ്റ് സംവിധാനം ആദ്യമായി പ്രയോഗിക്കുന്നത് അമേരിക്കയിലാണ്. അതിന്റെ പേര് അർപ്പാനെറ്റ് എന്നാണ്, ARPANET, അർപ്പാനെറ്റ്. ഈ അർപ്പാനെറ്റ് അമേരിക്കക്കാർ ഉപയോഗിച്ചിരുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അർപ്പാനെറ്റ് ഉപയോഗിച്ചത്. അർപ്പാനെറ്റ് 1969 വന്നെങ്കിലും പിന്നീട് കുറെ കൂടി വർഷങ്ങൾ കഴിഞ്ഞ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 20 വർഷം കൂടി കഴിഞ്ഞ് 1989 ആകുമ്പോൾ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നു. 89 ആകുമ്പോൾ നടത്തിയ അത്ഭുതം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിൽ, മൊബൈൽ ഫോണുകളിലെല്ലാം ചില സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ചില സംഘടനകളുടെയൊക്കെ വെബ്സൈറ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കാറുണ്ട് അല്ലേ? ആ വെബ്സൈറ്റ് അഡ്രസ്സ് www. എന്ന് പറഞ്ഞിട്ടാണ് വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങുന്നത്. ആ www എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് എന്നാണ് ഇതിന്റെ പൂർണ്ണമായ രൂപം. വേൾഡ് വൈഡ് വെബിന് ശുദ്ധമായ മലയാളത്തിൽ പറഞ്ഞാൽ സർവ്വലോകജാലി. അത് 89 കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്നത് ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. അയാളുടെ പേര് സർ ടിം ബേൺസ് ലീ. ഈ ടിം ബേൺസ് ലീ ആണ് www കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ച് കുറച്ചുകൂടി കഴിഞ്ഞ് 994 ആകുമ്പോൾ, നമുക്കറിയാം 90കളിൽ ഇമെയിൽ ID ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പ്രായമായ ആൾക്കറിയാം, അന്ന് ജിമെയിൽ ഇല്ല, ഗൂഗിൾ വന്നിട്ടില്ല, ജിമെയിൽ കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് എല്ലാവരും മെയിൽ ID ഉണ്ടാക്കുന്നത് യാഹു എന്ന പേരിലാണ്, YAHOO, യാഹു. ഈ യാഹുവിന്റെ കണ്ടുപിടുത്തം 1994. അത് കണ്ടുപിടിച്ചതാകട്ടെ ഒരു അമേരിക്കൻ തായ്വാൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജെറി യാങ് എന്ന് പറയുന്ന ആളാണ് 94 ഇത് കണ്ടുപിടിക്കുന്നത്. 4 വർഷം കൂടി കഴിഞ്ഞ് 98 ആകുമ്പോൾ ഗൂഗിൾ വരുന്നു. ഗൂഗിൾ കണ്ടുപിടിക്കുന്നത് അത് 2 അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ്. ഒരാളുടെ പേര് സെർജിൻ ബ്രിൻ, രണ്ടാമത്തെ ആളുടെ പേര് ലാരി പേജ്. ഈ സെർജിൻ ബ്രിന്നും ലാരി പേജും കൂടി ചേർന്ന് 98 ഗൂഗിൾ കണ്ടുപിടിച്ചതോടുകൂടി വലിയ വിപ്ലവമാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരു 6 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോ മലയാളികളായ നമുക്കടക്കം ഒരു നിമിഷം പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഫേസ്ബുക്ക് കണ്ടുപിടിച്ചു. ഫേസ്ബുക്ക് മാർക്ക് എലിയട്ട് സക്കർബർഗ്, അതാണ് അയാളുടെ പൂർണ്ണമായ പേര്. മാർക്ക് എലിയട്ട് സക്കർബർഗ് 2004 ഫേസ്ബുക്ക് കണ്ടുപിടിച്ചു. കൗതുകരമായൊരു കാര്യം, മാർക്ക് എലിയട്ട് സക്കർബർഗ് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയ ആളാണ്. ഡിഗ്രി എടുക്കാതെ പുറത്തു വന്ന ആളാണ്. 40 വയസ്സേ ഉള്ളൂ ഇപ്പോഴും കേട്ടോ. 84 സക്കർബർഗ് ജനിച്ചത്. ഒരു 3 ലക്ഷത്തിലേറെ കോടി രൂപയുടെ ആസ്തിയുണ്ട് ഇയാൾക്ക്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഡിജിറ്റൽ മാധ്യമങ്ങളും വ്യാപകമായി. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്നിപ്പോ AI വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി എല്ലാ മേഖലകളിലും, മാധ്യമ പ്രവർത്തനത്തിൽ, ആരോഗ്യ മേഖലയില്, ആശയസംവാദങ്ങളില് എല്ലാം നിർമ്മിത ബുദ്ധിയുടെ വലിയ തള്ളിക്കയറ്റം ഉണ്ടായിരിക്കുന്നു. നിർമ്മിത ബുദ്ധി അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ഒരാളാണ് നിർമ്മിത ബുദ്ധി 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സജീവമായിട്ട് വരുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, ഇത് വന്നതോടുകൂടി മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിശാസ്ത്രം മാറി. കല്ലച്ചിൽ അച്ചുപെറുക്കി അച്ചുനിരത്തി വാർത്തകൾ അച്ചടിച്ച് പത്രക്കടലാസിൽ വിതരണം ചെയ്തിരുന്ന ബഹുജന മാധ്യമം എന്ന ഈ ഒരു
സാന്നിധ്യം മാറി. ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിപ്പിക്കാം, മാധ്യമ പ്രവർത്തകനാകാം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയുടെ വ്യാപനം അത്രയേറെ വികസിച്ചിരിക്കുന്നു. കൗതുകരമായൊരു കാര്യം പറയാൻ, കഴിഞ്ഞിടക്ക് ഈ ടെലിവിഷനിലെ ഒരു തമാശ പരിപാടിയിൽ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന ഒരാളൊരു തമാശ അവതരിപ്പിച്ചു. 2050 വാർത്തകൾ വായിച്ചുകൊണ്ടൊരു തമാശ രൂപത്തിൽ പറഞ്ഞു. അയാൾ പറഞ്ഞ ഒരു തമാശ, 2050 തമ്പാനൂരിൽ, തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ സ്വന്തമായി യൂട്യൂബ് ചാനലില്ലാത്ത ഒരാളെ കണ്ടുമുട്ടി. അതായിരുന്നു വാർത്ത. അതിൻ്റെ അർത്ഥം അത്രയേറെ ആർക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കാം. ഞാൻ അത്രയേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഈ പത്രങ്ങളുടെ എല്ലാം, ഇതിനെല്ലാം നമ്മൾ പൊതുവിൽ ബഹുജന മാധ്യമങ്ങളെന്ന് പറയുന്നു. ബഹുജന മാധ്യമങ്ങളെ കുറിച്ചെല്ലാം ധാരാളം പഴയ പരികൽപ്പനകളുണ്ട്. പഴയ പരികൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ഈ ബഹുജന മാധ്യമങ്ങളുടെ രീതിശാസ്ത്രം എങ്ങനെ മാറിയാലും അതിൻ്റെ ഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും ബഹുജന മാധ്യമങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് മാറ്റമില്ല. അതാണ് പ്രധാന കാര്യം. അതിനെക്കുറിച്ച് മാധ്യമങ്ങളുടെ ആവിഷ്കാരമുണ്ടായ കാലത്ത് തന്നെ പ്രസിദ്ധരായ ചിന്തകന്മാർ, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചില ആളുകളുടെ പേര് ഞാൻ പറയാം എന്ന് വിചാരിക്കുകയാണ്. അതിൽ നമുക്കൊക്കെ പരിചിതമായ ഒരു പേരാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പല പത്രങ്ങളിലും പ്രവർത്തിച്ചതിന് ശേഷം 1906 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായി വരുന്നത്. കേവലം 4 വർഷമേ സ്വദേശാഭിമാനി ആ പത്രത്തിൽ ജോലി ചെയ്യുള്ളൂ. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനിയെ അന്നത്തെ ദിവാനായിരുന്ന പി രാജഗോപാലാചാരി നാഗർകോവിലേക്ക് നാട് കടത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കല്യാണിക്കുട്ടി അമ്മയ്ക്ക് കണ്ണൂരിൽ അധ്യാപികയായി ജോലി കിട്ടുന്നു. അങ്ങനെ അവിടെ കണ്ണൂരിൽ പോകുന്നു. കാരണം കണ്ണൂർ എന്ന മലബാറിൻ്റെ ഭാഗമാണ്. തിരുവിതാംകൂറിലെ നിയമങ്ങൾ കണ്ണൂരിന് ബാധകമല്ല. അങ്ങനെയാണ് സ്വദേശാഭിമാനി കണ്ണൂരിൽ പോകുന്നതും. 1916 മാർച്ച് 25 സ്വദേശാഭിമാനി കണ്ണൂരിൽ വെച്ച് നിര്യാതനാവുകയും ചെയ്തു. അതുകൊണ്ടാണ് കണ്ണൂരിൽ പയ്യാമ്പലം കടപ്പുറത്ത് പോകുന്ന ആളുകൾക്ക് അവിടെ പല ഗംഭീരന്മാരായ നേതാക്കളുടെ എല്ലാം സ്മൃതിമണ്ഡപം ഉള്ളതുപോലെ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും സ്മൃതിമണ്ഡപം കണ്ണൂരിലുണ്ട്. അദ്ദേഹം ജനിച്ചത് നെയ്യാറ്റിൻകരയിലാണ്. ഞാൻ അത് സാന്ദർഭികമായി പറയാം. ഞാൻ പറയാൻ വന്നത്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1912 ഒരു ഗ്രന്ഥം എഴുതി. വൃത്താന്ത പത്ര പ്രവർത്തനം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഈ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുന്ന അധ്യാപകർ ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമായിട്ട് കാണുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഈ പറയുന്ന വൃത്താന്ത പത്രപ്രവർത്തനം. 1912. കൗതുകരമായൊരു കാര്യം കൂടി പറയാൻ കേട്ടോ. 1912 തന്നെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കാൾ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുന്നത്. മലയാളത്തിലേക്കെന്നല്ല, ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഈ 1912 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ ഈ വൃത്താന്ത പത്രപ്രവർത്തനം എന്നൊരു പുസ്തകത്തിലൊരു വാചകമുണ്ട്, ഇപ്പോഴും പ്രസക്തമാണ്. ആ വാചകം ഇതാണ്: ജനങ്ങൾ പത്രക്കാരനെ അവരുടെ പ്രതിനിധിയായി കണ്ടു വിശ്വസിക്കുന്നു. ജനങ്ങൾ പത്രക്കാരനെ അവരുടെ പ്രതിനിധിയായി കണ്ടു വിശ്വസിക്കുന്നു. അതുകൊണ്ട് പത്രക്കാരൻ ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവനാകുന്നു. ഇതാണ് സ്വദേശാഭിമാനി പറഞ്ഞ കാര്യം. എന്ന് പറഞ്ഞാൽ പത്രക്കാരൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ അഭിലാഷങ്ങൾ, ജനങ്ങളുടെ പ്രതീക്ഷകൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇതെല്ലാം ജനമധ്യത്തിൽ അവതരിപ്പിക്കുക, അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരിക, അതിന് പരിഹാരം കാണുക. അങ്ങനെയാണ് ജനങ്ങൾ, ഈ പത്രക്കാരൻ ജനങ്ങളുടെ പ്രതിനിധിയാകുന്നത്. ആ വിശ്വാസം പത്രക്കാരൻ കാത്തു സൂക്ഷിക്കണം. ആ വിശ്വാസം സത്യാനന്തര കാലത്ത് വല്ലാതെ മാറിയിരിക്കുന്നു. അതിന് ഉദാഹരണം ഞാൻ പിന്നാലെ പറയാം. അങ്ങനെ പറഞ്ഞതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി വലിയൊരു പത്രപ്രവർത്തകനായിരുന്നു. യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ തുടങ്ങിയ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ദീപ്തമാക്കിയ ധാരാളം കാര്യങ്ങൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഗാന്ധിജിയുടെ പത്രങ്ങളാണ് യങ് ഇന്ത്യയും അതുപോലെ തന്നെ ഹരിജനും നവജീവനുമൊക്കെ. യങ് ഇന്ത്യയിൽ 1919
ഗാന്ധിജി മറ്റൊരാളിൽ നിന്ന് ഈ യങ് ഇന്ത്യ വാങ്ങുന്നത് കേട്ട്, ഒരു ശങ്കർലാൽ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് 1919 ഗാന്ധിജി പത്രം വാങ്ങുന്നത്. 1934 ഗാന്ധിജി ആ പത്രത്തിൽ ഒരു പത്രപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണമെന്നതിനെ കുറിച്ച് വിശദമായി പഠിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഗാന്ധിജിയുടെ കംപ്ലീറ്റ് വർക്ക്സ് വായിച്ചു നോക്കിയാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അതിൽ അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പത്രപ്രവർത്തകനാണ്. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്: ഐ വിൽ നോട്ട് റൈറ്റ് ഇൻ മലീസ് ഓർ ഇൻ ആങ്കർ. ഒന്നാമത്തെ കാര്യം അതാണ്. ഐ വിൽ നോട്ട് റൈറ്റ് ഇൻ മലീസ് ഓർ ഇൻ ആങ്കർ. ദേഷ്യം കൊണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും എഴുതില്ല. രണ്ടാമത്തെ കാര്യം, ഐ വിൽ നോട്ട് റൈറ്റ് ഐഡിലി. അലസമായിട്ട് ഞാനൊന്നും എഴുതിയില്ല. മൂന്നാമത് പറഞ്ഞത്, ഐ വിൽ നോട്ട് റൈറ്റ് മിയർലി ടു എക്സൈറ്റ് പാഷൻ. വെറുതെ പാഷൻ ഉണ്ടാക്കാൻ വേണ്ടി, വികാരവിക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊന്നും എഴുതുകയില്ല. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ജേർണലിസം ഈസ് എ സർവീസ്. ജേർണലിസം എന്ന് പറയുന്നത് ഒരു സർവീസാണ്, ഒരു സേവനമാണ്. അതിൻ്റെ തുടർച്ചയായി പറയുന്നുണ്ട്, ആൻ അൺചെയിൻഡ് ടൊറന്റ് ഓഫ് വാട്ടർ, ആസ് an unchained torrent of water submerges the whole countryside and devastates crops. ഒരു അൺചെയിൻഡ് ടോറന്റ് ഓഫ് വാട്ടർ, നിയന്ത്രണമില്ലാതെ പൊട്ടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഒരു നാടിനെ മുഴുവൻ വെള്ളത്തിലാക്കുക മാത്രമല്ല, അത് ആ വിളകളെയും നശിപ്പിക്കും. ജസ്റ്റാസ് അതുപോലെ an uncontrolled pen, നിയന്ത്രണമില്ലാതെ ഒരു മാധ്യമ പ്രവർത്തനം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നത്തിങ് ബട്ട് ഡിസ്ട്രക്ഷൻ ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക്, സമൂഹത്തിന് നാശമേ വരുത്തൂ. എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ പാലിക്കേണ്ട പക്വത, വിവേകം, സംയമനം ഒക്കെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാണ് ഗാന്ധിജി പറഞ്ഞത്. മാധ്യമ പ്രവർത്തകരോട് അധ്യാപകരെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന ആധികാരികമായ ഒരു രേഖയുണ്ട്. അതിൻ്റെ പേര് ഹച്ചിൻസ് കമ്മീഷൻ റിപ്പോർട്ട്. 1947 റോബർട്ട് എം ഹച്ചിൻസ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ, അമേരിക്കക്കാരൻ, അയാളുടെ നേതൃത്വത്തിലുണ്ടാക്കിയൊരു, അതിനകത്ത് 10-20 കാര്യങ്ങൾ പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത്. അതെല്ലാം ഞാനിവിടെ പറയുന്നില്ല. അതിലും പറയുന്നത് വസ്തുനിഷ്ഠമായി, സത്യസന്ധമായി ജനങ്ങളെ പുതിയ ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ ജേർണലിസ്റ്റ്, SPJ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുണ്ട്. 4 ലക്ഷത്തോളം മാധ്യമ പ്രവർത്തകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, 195 രാജ്യങ്ങളിലെ 4 ലക്ഷത്തോളം മാധ്യമ പ്രവർത്തകർ അടങ്ങുന്ന സംഘമാണ് സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ ജേർണലിസ്റ്റ്. അവരും സമാനമായി ഈ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ പ്രസ് കൗൺസിൽ മാധ്യമ പ്രവർത്തനത്തിന് കൃത്യമായ ഒരു ദിശാബോധം നൽകുന്നതിന് സർക്കാരിനാൽ തന്നെ നിയന്ത്രിക്കപ്പെടുന്ന സ്ഥാപനമാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. അതും സമാനമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇതെല്ലാം മാധ്യമ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, വസ്തുനിഷ്ഠമായി, സത്യസന്ധമായി, ജനോപകാരപ്രദമായി, ജനങ്ങളെ പുതിയ ബോധ്യങ്ങളിലേക്കും പുതിയ അറിവുകളിലേക്കും ഒക്കെ കൊണ്ടുവരുന്നതിന് സഹായകരമായ രൂപത്തിൽ എങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തണമെന്നാണ് ഈ അടിസ്ഥാന രേഖകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം കേട്ടുപഴകിയിട്ടുള്ളൊരു കാര്യമാണ്, പ്രസ് ഈസ് ദ ഫോർത്ത് എസ്റ്റേറ്റ്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ്. ജനാധിപത്യത്തിൻ്റെ ആദ്യ തൂണുകളായ ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ഭരണനിർവഹണ സഭ, ജുഡീഷ്യറി, നീതിനിർവഹണ സഭ, ഈ 3ഉം കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥാപനമാണ് മാധ്യമങ്ങൾ. അങ്ങനെയാണ് മാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ്, അത് 1787 ബ്രിട്ടീഷ് പാർലമെന്റിലാണ് ആ ഒരു പ്രയോഗമുണ്ടായത്. ആ ബ്രിട്ടീഷ് പാർലമെന്റിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ സാങ്കത്യത്തെക്കുറിച്ച് വലിയൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത പാർലമെന്റ് അംഗങ്ങളെല്ലാം പറഞ്ഞു, ജനാധിപത്യ സംവിധാനത്തെ താങ്ങി നിർത്താനായിട്ട് ഇഫ് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ആൻ എഡിഫൈസ്, വലിയൊരു എഡിഫൈസായി, വലിയൊരു കെട്ടിടമായി നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് താങ്ങി നിർത്തണമെങ്കിൽ 4 പില്ലർ, 4 തൂണ് വേണം. ബട്ട് അലാസ് വി ഡോണ്ട് ഹാവ് എ ഫോർത്ത് എസ്റ്റേറ്റ്. നമുക്കൊരു 4ാം തൂണില്ല. ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, 3 തൂണുകളേ ഉള്ളൂ. നിർഭാഗ്യമെന്ന് പറയട്ടെ, 4ാം തൂണില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാർലമെന്റിൽ അംഗം കൂടിയായിരുന്ന ബ്രിട്ടീഷ് സാഹിത്യത്തിലെ, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു ഗദ്യ സാഹിത്യകാരൻ കൂടിയായ എഡ്മണ്ട് ബർക്ക്
എഡ്മണ്ട് ബർക്കിന്റെ കൃതികളൊക്കെ ഒരു പക്ഷേ കോളേജിൽ പഠിച്ച കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ച് കാണും. വളരെ കാവ്യാത്മകമായ ഭാഷയിൽ ഗദ്യം എഴുതുന്നയാളായിരുന്നു എഡ്മണ്ട് ബർക്ക്. എഡ്മണ്ട് ബർക്ക് ഹി വാസ് എ പാർലമെന്റേറിയൻ ഓൾസോ. ബർക്കാൻ എഴുന്നേറ്റിട്ട് ഈ പാർലമെന്റിൽ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്ന പത്രക്കാരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, യോണ്ടർ സിറ്റ് ദ ഫോർത്ത് എസ്റ്റേറ്റ്, യോണ്ടർ YONDER, ദാ അവിടെ ഇരിക്കുന്നു പത്രക്കാര്, അവരാണ് നാലാം തൂണ്. അങ്ങനെയാണ് നാലാം തൂണെന്ന് പറഞ്ഞത്. അങ്ങനെ നാലാം തൂണ് എന്ന് പത്രങ്ങൾക്ക് ഈ ഒരു പരികല്പന വന്നപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 തൂണുകൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ആ 3 തൂണുകൾക്കെല്ലാം എന്തെങ്കിലും കുറ്റങ്ങളുണ്ടായാൽ, കുറവുകളുണ്ടായാൽ, പോരായ്മകളുണ്ടായാൽ അതെല്ലാം കണ്ടുപിടിച്ച് സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അങ്ങനെ അത് കറക്റ്റ് ചെയ്യപ്പെടാനുമുള്ള ഒരു വേദിയാണ് മാധ്യമങ്ങൾ. ആ അർത്ഥത്തിലാണ് അങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തെ ഈ ചരിത്രത്തിലെല്ലായിടത്തും കണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് അടക്കം ഇനി നമ്മൾ സത്യാനന്തര കാലത്തേക്ക് വന്നപ്പോൾ ഇത് മാറി. എന്താ സത്യാനന്തരം? നമ്മൾ ധാരാളമായി കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞു കേൾക്കുന്ന സത്യാനന്തരം. ശരിക്കും ഈ സത്യാനന്തരം എന്ന് പറയുന്ന വാക്ക് പോസ്റ്റ് ട്രൂത്ത്, അതാണ് ഇംഗ്ലീഷിൽ. ആ വാക്ക് ആദ്യം വരുന്നത് 1992-ലാണ്. അത് സ്റ്റീവ് ടെഷിറ്റ് എന്ന് പറയുന്ന ഒരു സെർബിയൻ അമേരിക്കൻ എഴുത്തുകാരൻ ആണ് ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ആ വാക്ക് ആദ്യം കൊണ്ടുവരുന്നത്. അതിനുശേഷം 2010-ൽ ഡേവിഡ് റോബർട്ട്സൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ബ്ലോഗർ, അയാൾ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംജ്ഞ കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴും അത് കാര്യമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്തില്ല. പക്ഷേ 2016-ൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന വാക്കിനെ ദ വേർഡ് ഓഫ് ദ ഇയർ, ആ വർഷത്തെ ഏറ്റവും നല്ല വാക്കായി തിരഞ്ഞെടുത്തു. ആ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊടുക്കുന്ന നിർവചനം, ഡെഫിനിഷൻ ഇതാണ്: റിലേറ്റിംഗ് ടു or denoting circumstances in which objective facts are less influential in shaping public opinion than appeals to emotion and personal belief. ഇതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന പോസ്റ്റ് ട്രൂത്തിന് നിർവചനം. കാര്യം ഇത്രയേ ഉള്ളൂ: വസ്തുതാപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിനും വൈകാരികമായ താല്പര്യത്തിനും അനുസരിച്ച് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ വിലയിരുത്തുന്നു. ലളിതമായി പറഞ്ഞാൽ അത് മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട്. പണ്ട് നമ്മൾ യുക്തിസഹമായി ചിന്തിക്കുന്ന കാലത്ത് പറയുന്ന ഐ തിങ്ക് ദെർഫോർ ഐ ആം, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്ന വ്യക്തിയുണ്ട്. പക്ഷെ പോസ്റ്റ് ട്രൂത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഐ ബിലീവ് സോ ഐ ആം, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ദൈവവിശ്വാസത്തിൻ്റെ കാര്യം അതല്ലേ? ദൈവവിശ്വാസം, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വിശ്വാസികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. പക്ഷേ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വാസിയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വാസിയല്ല. എന്താ വിശ്വാസം? ആ വിശ്വാസമാണ് എന്നെ ഭരിക്കുന്നത്. അതിൻ്റെ വേറെ ചില രസകരങ്ങളുണ്ട്, ഞാൻ പിന്നാലെ പറയാം. ഇതാണ് പോസ്റ്റ് ട്രൂത്തിൻ്റെ ഒരു പ്രശ്നം. ഈ പോസ്റ്റ് ട്രൂത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ മറ്റേ കാര്യങ്ങളൊക്കെ തീർന്നു. ഏത്? വസ്തുതാപരം, സത്യസന്ധം, സാമൂഹ്യോന്മുഖം ഒക്കെ പറയുന്ന വാർത്തകളുടെ കാര്യത്തിൽ പോകും. വാർത്തകളെ കുറിച്ച് നമ്മൾ പറയുന്നത്, വാർത്തകൾ ഒരു സംഭവത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് വാർത്തയാകുന്നത്, ഇല്ലാത്ത വാർത്തയാവില്ല. പണ്ട് നമ്മൾ എല്ലാവരും കേട്ട് കാണും, ഇഫ് എ ഡോഗ് ബൈറ്റ്സ് എ മാൻ, ഒരു പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല. ബട്ട് ഇഫ് എ മാൻ ബൈറ്റ്സ് എ ഡോഗ്, ഒരു മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ വാർത്തയാകും. കാരണം അസാധാരണമായ നവീനമായ ഒരു കാര്യം സംഭവിക്കുന്നു. അത് പറഞ്ഞത് അമേരിക്കയിലെ ന്യൂയോർക്ക് ട്രിബ്യൂൺ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന ചാൾസ് ആൻഡേഴ്സൺ ഡാന എന്ന് പറയുന്ന ഒരാളാണ് ഇത് പറഞ്ഞത്. ഇഫ് എ ഡോഗ് ബൈറ്റ്സ് എ മാൻ ഇറ്റ്സ് നോട്ട് എ ന്യൂസ്, ബട്ട് എ മാൻ ബൈറ്റ്സ് എ ഡോഗ് ഇറ്റ്സ് എ ന്യൂസ്. അപ്പോൾ അതാണ്. പക്ഷേ ഇവിടെ ഇപ്പം എന്താണ്? സത്യാനന്തര കാലത്ത് വാർത്തകൾ നിർമ്മിക്കുന്നുണ്ടാകും. ഇത് സത്യാനന്തര കാലത്ത് മാത്രമല്ല കേട്ടോ, ജേർണലിസത്തിൻ്റെ ചരിത്രത്തിൽ രസകരമായ കുറേ സംഭവങ്ങളുണ്ട്. ഈ വാർത്താ നിർമ്മിതി കൃത്യമായി പറഞ്ഞാൽ തുടങ്ങുന്ന 1898-ലാണ്.
ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം 1898 ഒരു അമേരിക്കൻ സ്പാനിഷ് വാർ ഉണ്ടാകുന്നു. അമേരിക്കയും സ്പെയിൻ നമ്മൾ യുദ്ധം. ഈ യുദ്ധം ഉണ്ടാകുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ അതിന് രസകരമായ ഒരു കാര്യം, അമേരിക്കയിൽ 2 പ്രധാനപ്പെട്ട പത്രങ്ങളുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട 2 പത്രങ്ങളുള്ളതുപോലെ അമേരിക്കയിൽ 2 പത്രങ്ങളുണ്ട്. ഒന്നിൻ്റെ പേര് ന്യൂയോർക്ക് വേൾഡ്, അത് ജോസഫ് പുലിറ്റ്സർ. ഒന്നിൻ്റെ പേര് ന്യൂയോർക്ക് ജേണൽ, അത് WR ഹേഴ്സ്റ്റ്, വില്യം റാൻഡോൾഫ് ഹേഴ്സ്റ്റ്. ഇവർ തമ്മിലുള്ള ഒരു ഈ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, അതിലേക്ക് ഞാൻ പിന്നെ വരാം. ആ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന അതിനുവേണ്ടി വാർത്തകളെ സെൻസേഷനലൈസ് ചെയ്തു. അപ്പോൾ ഈ ന്യൂയോർക്ക് വേൾഡ് എന്ന് പറയുന്ന പുലിറ്റ്സറുടെ പത്രത്തിൽ ഒരു തമാശ കാർട്ടൂൺ പങ്ക്തി ഉണ്ടായി. ഒരു യെല്ലോ കിഡ്, ഒരു മഞ്ഞ വസ്ത്രം ധരിച്ച ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് ഒരു തമാശ പരിപാടികൾ. അത് വന്നതോടുകൂടി ന്യൂയോർക്ക് വേൾഡിന് ഭയങ്കരമായ സർക്കുലേഷൻ കൂടിയതായിട്ട് കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഹേഴ്സ്റ്റ്, WR ഹേഴ്സ്റ്റ് ഈ ന്യൂയോർക്ക് വേൾഡ് ഹോഗൻസ് അലി, അതാണ് ആ കാർട്ടൂൺ സ്ട്രിപ്പിൻ്റെ പേര്. ഈ ഹോഗൻസ് അലി എന്ന് പറയുന്ന കാർട്ടൂൺ സ്ട്രിപ്പ് വരച്ചിരുന്ന റിച്ചാർഡ് F. ഔട്ട്കൾട്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് വരച്ചിരുന്നത്. അയാളെ ന്യൂയോർക്ക് വേൾഡ് കൊടുത്ത ശമ്പളത്തിൻ്റെ നേരെ ഇരട്ടി ശമ്പളം കൊടുത്ത് വാങ്ങി ഇയാളെടുത്തു. എന്നിട്ട് ഈ ഔട്ട്കൾട്ട് ന്യൂയോർക്ക് ജേണൽ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ മത്സരം വന്ന് അപ്പോൾ പുലിറ്റ്സർ പിന്നെ മറ്റൊരാളെ വെച്ച് വീണ്ടും ഇത് തുടങ്ങി, ഈ യെല്ലോ കിഡിൻ്റെ കാർട്ടൂൺ. അങ്ങനെ ഈ 2 കാർട്ടൂണുകളിലുള്ള പളുപെളുത്ത വാർത്തകൾ കൊടുത്ത് സെൻസേഷനലൈസ് ചെയ്തു. ആ സമയത്ത് ഹേഴ്സ്റ്റിനൊരു ബോധോദയം പോലൊരു സംഭവം ഉണ്ടാകുന്നു. അതുണ്ടാകുന്നത് ഹേഴ്സ്റ്റിന് തോന്നിയത് അമേരിക്കയെ സ്പെയിനിനെതിരെ തിരിച്ചുവിടുകയും സ്പെയിനുമായി അമേരിക്ക ഒരു യുദ്ധം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ തൻ്റെ പത്രത്തിന് വലിയ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ, ഈ WR ഹേഴ്സ്റ്റ് ഇയാളുടെ ഒരു ജേർണലിസ്റ്റ്, റിച്ചാർഡ് ഹാർവി എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റ്, അതുപോലെ തന്നെ ഫ്രെഡറിക് റെമിങ്ടൺ എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ, ഇവർ 2 പേരെയും ക്യൂബയിലേക്കാണ് അയക്കുന്നത്. ഈ ക്യൂബയിലേക്ക് അയക്കുന്നതിന് എന്താ അതിൻ്റെ അടിസ്ഥാനം എന്നറിയാവോ, ക്യൂബയ്ക്കടുത്ത് വെച്ച് അമേരിക്കയുടെ ഒരു വാർഷിപ്പ് യുദ്ധക്കപ്പൽ MAINE എന്ന് പറയുന്നൊരു യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെടുന്നു, കടലിൽ താഴുന്നു. ഹേഴ്സ്റ്റ് വാർത്ത എഴുതി, ഇത് ആക്രമിച്ച് കടലിൽ താഴ്ത്തിയതിൻ്റെ ഉത്തരവാദി സ്പെയിനാണ്. ഒരു ബോധ്യവുമില്ല, വസ്തുതാപരമായ ഒരു പിൻബലവുമില്ലാതെ വാർത്ത എഴുതി. ഇപ്പോഴും എഴുതുന്നുണ്ടല്ലോ വസ്തുതാപരമായ പിൻബലമില്ലാതെ ധാരാളം വാർത്തകൾ, അത് വരട്ടെ. അങ്ങനെ വാർത്ത എഴുതിയിട്ട് അപ്പോൾ അമേരിക്കക്ക് ചൊടിച്ചു, സ്പെയിനുമായി യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ പറഞ്ഞ 2 ജേർണലിസ്റ്റുകളെ ക്യൂബയിലേക്ക് അയക്കുന്നു. ക്യൂബയിലേക്ക് അയച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഫ്രെഡറിക് റെമിങ്ടൺ, ഈ ചിത്രകാരൻ, ഹേഴ്സ്റ്റിന് അമേരിക്കയിലേക്കൊരു ഒരു കമ്പി സന്ദേശം അയച്ചു. അദ്ദേഹത്തിൻ്റെ കമ്പി സന്ദേശം ഇതായിരുന്നു: എവറിത്തിങ് ഈസ് ക്വയറ്റ് ഹിയർ, ഇവിടെ എല്ലാം ശാന്തമാണ്. ദർ ഈസ് നോ വാർ, യുദ്ധമൊന്നും ഉണ്ടാകുന്നില്ല. സോ ഐ വിഷ് ടു റിട്ടേൺ, അതുകൊണ്ട് ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഹേഴ്സ്റ്റ് റെമിങ്ടണ് ക്യൂബയിലേക്ക് കമ്പി സന്ദേശം അയച്ചു: പ്ലീസ് ഡോണ്ട് മൂവ്, അനങ്ങരുത്, അവിടെ നിന്നാൽ മതി. യു സെൻഡ് സം പിക്ചേഴ്സ്, എന്തെങ്കിലും പടം അയക്കുക. പിന്നെ പറയുന്ന ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് ഐ വിൽ മേക്ക് ദ വാർ. ഫസ്റ്റ് പറഞ്ഞതാണ്, ഐ വിൽ മേക്ക് ദ വാർ, യുദ്ധം ഞാൻ ഉണ്ടായിക്കൊള്ളാം. അവിടെ യുദ്ധം ഉണ്ടോ ഇല്ലയെന്നൊന്നും നിങ്ങൾ അറിയണ്ട, ചിത്രം അയച്ചാൽ മതി. ഇതാണ് ചരിത്രത്തിലെ ആദ്യത്തെ വാർത്താ നിർമ്മിതിയായി പറയുന്നത്. പിന്നീട് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് വുഡ്രോ വിൽസൺ, അമേരിക്കയുടെ 28ാമത്തെ പ്രസിഡന്റായിരുന്നു വുഡ്രോ വിൽസൺ. 1813 തൊട്ട് 1821 വരെ ആയിരുന്നു വുഡ്രോ വിൽസൺ, 1921 വരെ ആയിരുന്നു വുഡ്രോ വിൽസൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നത്. ഒന്നാം ലോക മഹായുദ്ധം 1914 ആരംഭിക്കുന്നു. 1914-18 ഒന്നാം ലോക മഹായുദ്ധം. ആ സമയത്ത് അമേരിക്കക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല യുദ്ധത്തിൽ. അപ്പോൾ അമേരിക്കക്കാരെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിറക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് വുഡ്രോ വിൽസൺ, അവിടുത്തെ വളരെ പ്രസിദ്ധ മാധ്യമപ്രവർത്തകനും ചിന്തകനുമായിരുന്ന വാൾട്ടർ
വാൾട്ടർ ലിപ്മാനെ വിളിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാൾട്ടർ ലിപ്മാനാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തനത്തിലെ ഒരു ആധികാരിക ഗ്രന്ഥമായ ഈ പബ്ലിക് ഒപ്പീനിയൻ 1922 എഴുതിയത് ലിപ്മാനാണ്. ലിപ്മാനെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ലിപ്മാൻ പറയുന്നു, ഈ യുദ്ധത്തിന് അനുകൂലമായി ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കാർ തന്നെ പ്രസ് റിലീസുകൾ ഇറക്കി വിടുക. അത് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ ഇറക്കി വിട്ടു. ആദ്യഘട്ടത്തിൽ അമേരിക്കൻ ജനതയുടെ 10% മാത്രം യുദ്ധത്തിന് അനുകൂലമായി ചിന്തിച്ചിരുന്നെങ്കിൽ 3 മാസം കഴിഞ്ഞപ്പോൾ ഇവർ ഏതാണ്ട് 70%-ലേറെ യുദ്ധത്തിന് അനുകൂലമായി ചിന്തിക്കാൻ തുടങ്ങി. ഇതാണ് വാർത്താ നിർമ്മിതിയുടെ 2 പ്രധാനപ്പെട്ട സംഗതികൾ. ഞാൻ ഒത്തിരി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഉദ്ഘാടകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 1-2 ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഈ വാർത്താ നിർമ്മിതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, മഹാത്മാഗാന്ധി, ഹച്ചിൻസ് കമ്മീഷൻ റിപ്പോർട്ട്, അങ്ങനെയുള്ള മാധ്യമപ്രവർത്തനത്തിൻ്റെ ആധികാരികമായ പ്രമാണങ്ങളെല്ലാം കാറ്റിൽ പറത്തി യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന കണക്ക് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ കണക്ക് എന്തും എഴുതി പിടിപ്പിക്കാൻ കഴിയുന്ന സ്ഥിതി. സോഷ്യൽ മീഡിയയിൽ അത് പിന്നെ അതിന് വേണ്ട പരിശീലനമൊന്നും കിട്ടാത്ത സാധാരണ ആളുകളാണ് ചെയ്യുന്നത്. പക്ഷേ പരിശീലനമെല്ലാം കിട്ടി നിശ്ചിത യോഗ്യതകളുള്ള ആളുകൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാര്യം. ഇന്നലെ മിനിഞ്ഞാന്ന് പത്രങ്ങളിൽ വന്നൊരു കാര്യമുണ്ടല്ലോ. മിനിഞ്ഞാന്നത്തെ പത്രങ്ങളിലെ 1-ാം പേജിൽ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു വാർത്ത. 1-ാം പേജിലെ വാർത്ത. പല വാർത്തകളുണ്ട്. 2050 നടക്കാൻ പോകുന്ന വാർത്തയെക്കുറിച്ച് എറണാകുളത്തെ ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ പരസ്യം കൊടുത്തു, ഒരു ഫുൾ പേജ്. ആ പരസ്യം ഞാൻ വായിച്ചതനുസരിച്ച് ദേശാഭിമാനി ഒഴികെയുള്ള എല്ലാ പത്രങ്ങളിലും വന്നു. ഒരു ഫുൾ പേജ് ജാക്കറ്റ് പരസ്യം എന്നാണ് പറയുന്നത്. അതായത് 1-ാം പേജിനെ പൊതിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന പരസ്യത്തിനാണ് മാധ്യമ ശാസ്ത്രത്തിൽ ജാക്കറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഇരട്ടി കാശാണ്. അത് ഒരു ഫുൾ പേജൊക്കെ മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ വരണമെങ്കിൽ എത്ര ലക്ഷമെന്നൊന്നും പറയാൻ പറ്റില്ല. കൊടുത്തു. പക്ഷെ മനോരമ അതിനകത്തോട്ട് ചെറിയൊരു നീതി കാണിച്ചു കേട്ടോ. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അതൊരു പരസ്യ സംബന്ധമായ സംഗതിയാണ്. മറ്റു പത്രങ്ങളൊന്നും എഴുതിയില്ല. എഴുതിയില്ലെന്ന് മാത്രമല്ല, നികേഷ് കൂടി വർക്ക് ചെയ്ത റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാറിനൊരു അബദ്ധം പറ്റി. രാവിലെ പത്രങ്ങൾ വായിച്ചപ്പോൾ ഇത് പറഞ്ഞു, ഫെബ്രുവരി 1-ാം തീയതി കറൻസി എല്ലാം പോകുന്നു, ഓൺലൈനാക്കുന്നു, ഡിജിറ്റൽ ഇത് കറൻസി വരുന്നു എന്ന് പറഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്. പിന്നെ അത് തിരുത്തി പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അഡ്വർടൈസ്മെന്റും എഡിറ്റോറിയലും കൂടി ചേർന്നാണ് അഡ്വർട്ടോറിയൽ. അത് കൃത്യമായി രേഖപ്പെടുത്തണം. എന്നിട്ട് തമാശ എന്തെന്നറിയാവോ? ഇന്നലത്തെ പത്രം, ഇന്നലത്തതിൽ മനോരമ, ഇന്നത്തെ കൗമുദി ഒരു തമാശ കാണിച്ചു. ഇത് തിരുത്തു കൊടുത്തു. തിരുത്തു കൊടുത്തത് കാശ് മേടിച്ച്. ഇത് ജെയിൻ യൂണിവേഴ്സിറ്റിക്കാരന് പറ്റിയ അബദ്ധമല്ലല്ലോ അവൻ തിരുത്താനായിട്ട്. പറ്റിയത് പത്രത്തിനല്ലേ. എന്നിട്ട് നിങ്ങൾ നോക്കിക്കോളൂ, ഇന്നലത്തെ പത്രത്തിന് 1-ാം പേജിൽ ഒരു പരസ്യം കൊടുത്തു. ഇങ്ങനെ ഞങ്ങൾ അത് വാർത്തയല്ല, ഇങ്ങനെ ഒരു പരസ്യമായിരുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റിക്കാർ പറയുന്ന ഒരു 10-15 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള പരസ്യം. അതിനും കാശ് മേടിച്ചു. ഇന്ന് കൗമുദിയും കൊടുത്തിട്ടുണ്ട്. കൗമുദി ഒരു ദിവസം കൂടി വൈകിയാണ് കൊടുത്തത്. ഇതൊന്നും പാടില്ലാത്തത്. ഇതാണ് ഈ സത്യാനന്തര കാലത്തെ വാർത്താ നിർമ്മിതിയുടെ ഒരു കാര്യം. വേറെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. 2018 സെപ്റ്റംബർ 28-നാണ് ശബരിമല കേസിന്റെ വിധി ഉണ്ടാകുന്നത്. സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ ശബരിമലയിൽ പ്രവേശിപ്പിക്കാമെന്ന് വിധി വന്നു. ആ വിധി വന്നപ്പോ ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആദ്യഘട്ടത്തിൽ പിന്താങ്ങി, പുരോഗമനപരമായ കാര്യം. പക്ഷേ പെട്ടെന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ മാധ്യമങ്ങളും തിരിഞ്ഞു. ആ ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിക്കാമോ മാധ്യമങ്ങൾ? പാടില്ലേ. കാരണം നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ന് റിപ്പബ്ലിക്കിന്റെ 75-ാം വാർഷികമാണല്ലോ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AH പരിശോധിക്കുക. എന്താണ് ആർട്ടിക്കിൾ 51AH പറയുന്നത്? ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, റിഫോം, ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്.
ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ. എല്ലാ പൗരന്മാരുടെയും ചുമതലയാണ്. മാധ്യമപ്രവർത്തകർ പൗരന്മാരല്ലേ? ഇത് വല്ലതും പറഞ്ഞോ? വെറുതെ ആളുകളിൽ വൈകാരികമായ ഒരു ആന്തോളനം ഉണ്ടാക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക, അതല്ലേ? 2024 ജനുവരി 8-ന്, ജനുവരിയുടെ ആദ്യകാലങ്ങളിലാണ് അരിക്കൊമ്പൻ വിഷയം കേരളത്തിലെ ആളുകളുടെ വലിയൊരു പ്രശ്നമായത്. അരിക്കൊമ്പനെ ഒരു ഘട്ടത്തിൽ മയക്കുവെടി വെച്ച് കാട്ടിലേക്ക് വിടുന്നു. അന്ന് മനോരമ ന്യൂസിന്റെ തത്സമയ സംപ്രേഷണമാണ്, ഓർക്കണം കേട്ടോ. തത്സമയം പറഞ്ഞെന്നറിയാമോ? ഈ അരിക്കൊമ്പനെ വെടിവെക്കാൻ നേരത്ത് ഡോക്ടർ അരുൺ സക്കറിയ ആ വെടിവെക്കാൻ നേരത്ത് ഒരു നിശ്ചിത അകലത്തിൽ നിന്നാണല്ലോ വെടിവെക്കുന്നത്, മയക്കുവെടി വെക്കുന്നത്. മയക്കുവെടി വെച്ചിട്ട് കണ്ണ് കെട്ടിക്കൊണ്ട് വേണം ഇതിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ദൂരെ നിന്ന് കണ്ണ് കെട്ടിയിട്ട് അത് ശരിക്കും വീണില്ല. കാറ്റിൽ ഈ കെട്ടിയ കണ്ണ് കെട്ടിയതിൻ്റെ ആ തുണി അല്പം ഒന്ന് താഴത്തേക്ക് വീണു. അപ്പോൾ ആ ലേഖകൻ തത്സമയം പറയുന്നു, അരിക്കൊമ്പനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വനത്തിലെ കാറ്റിന് പോലും സമ്മതമല്ല. അന്നത്തെ ഇത് നോക്കിയാൽ മതി. അങ്ങനെ എന്തെല്ലാമാണ് ഈ അസംബന്ധ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമല്ലേ മഹാനായ MD-യുടെ നിര്യാണം. MD-യുടെ നിര്യാണം മോഹൻലാൽ തന്നെ അദ്ദേഹത്തിന് അടുപ്പമുള്ളൊരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞത് വെളുപ്പാങ്കാലത്തെ പോയി, അല്ലെങ്കിൽ ആളുകൾ കുഴപ്പമുണ്ടാക്കുന്ന. വെളുപ്പാങ്കാലത്ത് ചെന്നപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് ഉറക്കമില്ലല്ലോ. അത് ചെന്നിട്ട് എന്ത് ചെയ്തു? മോഹൻലാലിനോട് MD-യെ കണ്ട് അദ്ദേഹം ആദരവർപ്പിച്ച് ഒരുമിച്ച് ചോദിക്കണേ, 2-ാം ഊഴത്തിൽ അഭിനയിക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ടോ? ഇത് ചോദിക്കാൻ കൊള്ളാവുന്നതാണോ? ഇങ്ങനെയാണോ മാധ്യമപ്രവർത്തനം ചോദിച്ചത്? ഉമ്മൻചാണ്ടി മരിച്ചു. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വലിയ ആദരവാണ് അദ്ദേഹത്തിന് കേരളം മൊത്തം നൽകിയത്. അവിടെ ചെന്ന് കോട്ടയത്ത് വന്നപ്പോൾ, എബിയൊക്കെ ഓർക്കുന്നുണ്ടാവും, കോട്ടയത്ത് വന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ ഒരാൾ കോട്ടയം നസീറിനെ കണ്ട് ചോദിക്കുകയാണ്, ഉമ്മൻചാണ്ടിയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാമോ? 24 ന്യൂസിലെ ഒരു വിദ്വാൻ ചോദിച്ച് പുള്ളിയുടെ ഒരു അഭിപ്രായം പറയുകയാണ്, VD സതീശൻ മരിക്കുമ്പോൾ ഇതുപോലെ കിട്ടുമായിരിക്കും. ഔചിത്യമില്ല ഈ കാര്യങ്ങൾ ചോദിക്കുന്നതിന്. അങ്ങനെയാണ് ഓരോ സന്ദർഭത്തിലും. ഇപ്പോൾ ധാരാളം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ആ ഒരു വിശുദ്ധി തന്നെ അവതാളത്തിലാക്കിക്കൊണ്ടാണ് ഈ സത്യാനന്തര കാലത്ത് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതിൻ്റെ കാരണം മാധ്യമപ്രവർത്തനം ഇപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും ലാഭക്കൊയ്ത്തിൻ്റെയും ഇതായി വന്നതുകൊണ്ട് അതിനുവേണ്ടി എന്തും കാണിക്കാം. കാരണം ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ ബഹുഭൂരിഷവും നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയുമാണ്. ലോകത്ത് തന്നെ അങ്ങനെയാണ്, ഇവിടെയും അങ്ങനെ മോശമൊന്നുമല്ല. അതുകൊണ്ട് അദാനിക്കും അംബാനിക്കും ഒക്കെ ലക്ഷക്കണക്കിന് കോടി രൂപ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്? കാരണം അതുവഴി ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ, ജനങ്ങളുടെ ഇച്ഛകളെ നിയന്ത്രിക്കാനൊക്കെ കഴിയും. അത് മർദോക്ക് അമേരിക്കയിൽ കാണിച്ചു കൂട്ടിയതാണ് കേട്ടോ. ഇത്തരം വാർത്തകളിലൂടെ മർദോക്കിനെ കുറിച്ച് വന്ന ചില പഠനങ്ങളിൽ പറയുന്നത്, മർദോക്ക് സീംസ് ടു ഹാവ് വാഷിംഗ്ടൺ ഇൻ ഹിസ് ബാക്ക് പോക്കറ്റ്. ഈ മാധ്യമപ്രവർത്തനത്തിലൂടെ റൂപ്പർട്ട് മർദോക്ക് വാഷിംഗ്ടണെ തൻ്റെ പുറകിലത്തെ കീശയിൽ കൊണ്ടു നടക്കുന്നു. അങ്ങനെ പുറകിലത്തെ കീശയിൽ കൊണ്ടു നടക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരികളെയും കൊണ്ടു നടക്കാൻ വേണ്ടി ഇവരിതൊക്കെ കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു. പരമ്പരാഗതമായ വിശുദ്ധ സങ്കല്പങ്ങളെല്ലാം കടമുഴകി വീണിരിക്കുന്നു. അതുകൊണ്ട് ഈ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വയ്യാവേലികൾ, ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എല്ലാം ഈ മാധ്യമപ്രവർത്തനം, നമ്മൾ വിശുദ്ധമെന്ന് കഴിയുന്ന മാധ്യമപ്രവർത്തനത്തിന് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഇന്നിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെയൊക്കെ തിരുത്തുന്നതിന് സഹായകരമായ ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുപോലുള്ള സെമിനാറുകളോട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വെളിച്ചം വീശാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വിഷയാവതരണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.